ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ലബോറട്ടറി എങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സെറ്റിംഗ് അപ്പ് ഓഫ് എ ബേസിക് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഒരു ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. സെലക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഏത് ലബോറട്ടറി ആണ് നമ്മൾ സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിലുള്ള സെലക്ഷൻ. അതുപോലെ തന്നെ ഐഡന്റിഫൈങ് ബിൽഡിംഗ് ഫെസിലിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടുന്ന ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ രൂപീകരിക്കണം അല്ലേ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഫുഡ് അനലിസ്റ്റ് അല്ലെങ്കിൽ ലാബ് പേഴ്സണൽസ്, അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ളത് അൺസ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ എല്ലാം ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവരെ അതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ആ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ കൂട്ടി തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അവർക്ക് ഡിവൈഡ് ചെയ്ത് എന്തൊക്കെയാണ് അവരുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണം. പിന്നെ ഏത് ടൈപ്പ് ലബോറട്ടറിയാണ് നമ്മൾ അവിടെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. ലബോറട്ടറീസ് 3 തരത്തിലുണ്ട്. പ്രൈമറി ഉണ്ട്, റെഫറൽ ലബോറട്ടറീസ് ഉണ്ട്, നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് ഉണ്ട്. അപ്പോൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ലബോറട്ടറിയാണ് നമ്മളിവിടെ പർട്ടിക്കുലർ ആയിട്ട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ തീരുമാനിക്കണം. അതുപോലെ തന്നെ അവിടത്തേക്ക് വേണ്ടുന്ന ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ രൂപീകരിക്കണം. അത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും കേട്ടോ, കുറച്ച് ആളുകളെ കൂട്ടി. അത് ആരൊക്കെയായിരിക്കും ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അകത്ത് വരുന്നത്? ഫുഡ് അനലിസ്റ്റ് വരും. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ലാബ് പേഴ്സണൽസ്, ലാബിലും മറ്റുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അറിവുള്ളവർ, അതുപോലെ തന്നെ ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസ്, ഇവരെല്ലാം നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ഒരു ലാബിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണം. അതുപോലെ തന്നെ ഇതിനെ എല്ലാം തന്നെ ആരായിരിക്കണം മെയിനായിട്ട് ഈ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം അല്ലെ. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാനും എല്ലാം ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? അതിൽ ആ ഒരു ലബോറട്ടറിയിലേക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ്സ് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ കെമിക്കൽസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ലാബിന്റെ ബേസിക് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കമ്പോണൻസ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ നമ്മൾ ഒരു ലബോറട്ടറി സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം അല്ലേ. ഈ ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം എന്തിൻ്റെ ബേസിലാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ISO IES 17025 അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ലബോറട്ടറി സെറ്റപ്പ് ചെയ്തതിന് ശേഷം 6 മാസത്തിനകത്ത് തന്നെ ആ ഒരു ലബോറട്ടറിക്ക് NABL അക്രിഡേഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലബോറട്ടറിയിൽ ചെയ്യണം അല്ലേ. എല്ലാ ലബോറട്ടറിക്കും NABL അക്രിഡേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ 6 മാസത്തിനകം ചെയ്യുകയും അത് 6 മാസം കൊണ്ട് തന്നെ ആ ഒരു ലബോറട്ടറി NABL അക്രഡേറ്റഡ് ആവുകയും വേണം. ഇനി എന്താണ് ഈ ISO IES 17025 2017 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ലബോറട്ടറി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അത് വർക്ക് ചെയ്യുന്ന മെത്തേഡ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്തെന്ന് പറയുന്നത് ISO 17025 2017 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കേട്ടോ. ഇനി നമ്മളൊരു ലബോറട്ടറിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ആ ലബോറട്ടറിയിൽ എന്തെല്ലാം അനലിറ്റിക്കലായിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു അനലിറ്റിക്കൽ മെത്തേഡ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലബോറട്ടറിയിലുള്ള വർക്കിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ് അല്ലേ. ആ ലബോറട്ടറിയിൽ എന്ത് തരത്തിലുള്ള അനലിറ്റിക്കൽ വർക്കാണ് നടക്കുന്നത്, അതിന് വേണ്ടുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു ലബോറട്ടറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? അതിലെ ഒരു ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലേ.
ഇനി നമുക്ക് ലബോറട്ടറി ബിൽഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, അതിൻ്റെ ഡിസൈനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് ഒരു ലബോറട്ടറി ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ലബോറട്ടറി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വളരെ പ്രധാനമാണ് അല്ലേ? ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വേണം നമ്മൾ ലബോറട്ടറി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതിലേക്ക് നല്ല റോഡ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സ്ഥലമായിരിക്കണം അല്ലേ? അതുപോലെ തന്നെ എന്താണ്, ഇലക്ട്രിക് പവർ സപ്ലൈയും വാട്ടർ സപ്ലൈയും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു ലബോറട്ടറി സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പേഴ്സണൽസ്, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസ് അല്ലെങ്കിൽ ലബോറട്ടറി പേഴ്സണൽസ് അല്ലെ ഫുഡ് അനലിസ്റ്റ്, ഇവരെയൊക്കെ തന്നെയും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ വേണം അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു ലബോറട്ടറി ബിൽഡിങ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ റിക്വയർമെന്റ്സ് അല്ലെ ഡിസൈനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ജനറൽ റിക്വയർമെന്റ്സ് ആയിട്ട് വരുന്നത്? ആദ്യം തന്നെ അതിന്റെ ഒരു ലൊക്കേഷനാണ് വരുന്നത് അല്ലെ? ലബോറട്ടറിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൊക്കേഷനിൽ വേണം നമ്മൾ ലബോറട്ടറി സെറ്റപ്പ് ചെയ്യാനായിട്ട്. അതിന് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റോഡ് സൗകര്യവും വാട്ടർ സൗകര്യവും അതുപോലെ തന്നെ ഇലക്ട്രിക് പവർ സപ്ലൈയും എല്ലാം നല്ല രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ലബോറട്ടറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ലബോറട്ടറിക്ക് വേണ്ടുന്ന ആ ഒരു മാൻ പവർ അല്ലേ, അത് മാൻ പവർ ഇൻ ദ കേസ് അല്ലെങ്കിൽ ആ ഒരു റെഗുലേറ്ററീസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ആ ഒരു ലബോറട്ടറിയിലേക്ക് വേണ്ടുന്ന മാൻ പവർ അല്ലേ? അവരാരൊക്കെയാണ്? ഫുഡ് അനലിസ്റ്റ്, പിന്നെ ആ ഒരു ലാബിലെ പേഴ്സണൽസ്, അതുപോലെ തന്നെ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് പേഴ്സണൽസ്, ഇവരെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പാനൽ അല്ലെങ്കിൽ ഒരു പേഴ്സൺ കൂടെ അവിടെ ഉണ്ടായിരിക്കണം അല്ലേ? ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം കണ്ട് തിട്ടപ്പെടുത്തി ഇത് ഓക്കെ ആണെന്നൊക്കെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ലബോറട്ടറിയിൽ നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ലബോറട്ടറി ബിൽഡിങ്ങിനെ മറ്റുള്ള ബിൽഡിങ്ങിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടാണ്? കാരണം ഇവിടെ കെമിക്കൽസ് ഒക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നത് കാരണം ആ ഒരു ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റിനോ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ ഒന്നും ഒരു ഹസാർഡും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം അല്ലേ? കാരണം എപ്പോഴും കെമിക്കൽസുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ വഴി ആ ഒരു ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു കെമിക്കൽസ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് കൊടുക്കരുത്. ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ അത് ഉൾപ്പെടുത്താൻ വേണം അല്ലേ? നമ്മൾ ലബോറട്ടറി ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്തെല്ലാം പൊട്ടൻഷ്യൽ ഹസാർഡ്സിനുള്ള സാധ്യതകൾ ഉണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അത് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യത്തിലും കൂടെ ധാരണയാക്കിയിട്ട് വേണം ഈ ഒരു ലബോറട്ടറി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ലബോറട്ടറിയിൽ എന്തെല്ലാം വേണം? ആവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഉണ്ടായിരിക്കണം നമ്മുടെ ലബോറട്ടറിയിൽ അല്ലേ? അതുപോലെ തന്നെ എന്ത് വേണം? ഗുഡ് വെന്റിലേഷൻ വേണം. അതുപോലെ തന്നെ ഫ്യൂം എക്സ്ട്രാക്ഷൻ വേണം അല്ലെ? ഫ്യൂംസിനെയൊക്കെ ഈ ആസിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഫ്യൂംസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്യൂംസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ അഡിക്വേറ്റ് ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. ഒരു ലബോറട്ടറിയിൽ നമുക്ക് ലൈറ്റ് അത്യാവശ്യമാണ് അല്ലേ? നല്ല ലൈറ്റ് അപ്പ് ചെയ്തിട്ടായിരിക്കണം ആ ഒരു ബിൽഡിംഗ് നിർമ്മിക്കേണ്ടതായിട്ട്. അതുപോലെ തന്നെ സേഫ്റ്റി സിസ്റ്റംസ് ആ ഒരു ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഫയർ കൺട്രോൾ മെഷേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ? ആ ഒരു ഫുഡ് ലബോറട്ടറിയിൽ ഫയർ പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവിടെ കെമിക്കൽസും ഫ്ലെയിമബിൾ ഗ്യാസസും എല്ലാം തന്നെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഫയർ കൺട്രോളിന് വേണ്ടുന്ന മെഷേഴ്സ് ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ ഒരു സെക്യൂർ ആൻഡ് പ്രൊട്ടക്റ്റഡ് സ്റ്റോറേജ് ഫോർ റെക്കോർഡ്സ് ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ ബാക്കപ്പ് ആൻഡ് വാട്ടർ ആൻഡ് ഗ്യാസ് സപ്ലൈ അല്ലേ? നമ്മുടെ വാട്ടറിന്റെയും ഗ്യാസ് സപ്ലൈക്കും വേണ്ടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടുന്ന കാര്യങ്ങൾ, റെക്കോർഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബാക്കപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം അല്ലേ? അതുപോലെ തന്നെ ഇനി എല്ലാ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഹസാർഡ്സ്, all health and safety hazard must be identified and carefully evaluated so that protective measures can be incorporated in the design അല്ലേ? ഇങ്ങനെ ഉണ്ടാവുന്ന എല്ലാ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഹസാർഡ്സും മുൻകൂട്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന എന്താണ് പ്രൊട്ടക്റ്റീവ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് അത് ആ ഒരു ഡിസൈനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുകയും കൂടെ വേണം അല്ലേ?
അതുപോലെ തന്നെ ആ ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് ഒരു ഡിസ്കസ് ഉണ്ടായിരിക്കണം അല്ലെ. എന്തൊക്കെ വർക്കാണ് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനവും കൂടെ നടത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ലബോറട്ടറി ബിൽഡിങ്ങിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ലേഔട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ലബോറട്ടറി എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഫോർ ദ അനാലിസിസ് അല്ലെ. ഫുഡ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫുഡ് ലബോറട്ടറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഫീച്ചേഴ്സ് ആ ഒരു അനാലിസിസ് ചെയ്യുന്നതിന് ആ ഒരു അനാലിസിസ് റിക്വയർമെന്റ്സിനും കൂടെ ഉതകുന്ന രീതിയിൽ വേണം നമ്മൾ അവിടത്തേക്കിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ ഫുഡ് ലബോറട്ടറി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫുഡിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ലബോറട്ടറി സെറ്റപ്പ് ചെയ്യുമ്പോൾ ആ അനാലിസിസിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ലബോറട്ടറിയിൽ തന്നെ പല പല സെപ്പറേറ്റ് റൂംസ് ആയിട്ട് നമ്മൾ തിരിക്കണം. ഓരോരോ ഏരിയയ്ക്കും ഓരോരോ സ്പെസിഫിക് റൂംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ ഒരു കെമിക്കൽ ടെസ്റ്റിംഗ് ഏരിയ കാണും, അതുപോലെ തന്നെ മൈക്രോബയോളജി ടെസ്റ്റ് ചെയ്യേണ്ട ഏരിയ കാണും, അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലബോറട്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കെമിക്കൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. പിന്നെ ഓഫീസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. അങ്ങനെ പല പല ഏരിയാസ് ഉണ്ട് അല്ലെ. സാമ്പിൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. അങ്ങനെ പല പല ഏരിയാസ് ഉണ്ട് ഒരു ഫുഡ് ലബോറട്ടറിയിൽ. അതെല്ലാം തന്നെ സെപ്പറേറ്റ് റൂംസ് വേണം അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസും അതുപോലെ തന്നെ അലോക്കേറ്റ് ചെയ്തിരിക്കണം അല്ലേ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നത്? ക്രോസ് കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? The laboratory space or separation of laboratory is primarily required to avoid ക്രോസ് കണ്ടാമിനേഷൻ അല്ലേ. ക്രോസ് കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോരോ റൂംസ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. പിന്നെ സാമ്പിൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഒരു റൂം വേണം. സാമ്പിൾ റിസപ്ഷൻ ആൻഡ് സ്റ്റോറേജ് കണ്ടക്റ്റഡ് ഇൻ ഡെസിഗ്നേറ്റഡ് ഏരിയ. വെറ്റ് കെമിസ്ട്രി ലാബ് ഓർ സെക്ഷൻസ് ആർ സെപ്പറേറ്റഡ് ഫ്രം മൈക്രോബയോളജി ലബോറട്ടറി സെക്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? സാമ്പിൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ വേണം. അതുപോലെ തന്നെ വെറ്റ് കെമിസ്ട്രി ലബോറട്ടറീസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ വേണം. അതുപോലെ തന്നെ മൈക്രോബയോളജി ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ വേണം കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് വെക്കാൻ വേണ്ടിയിട്ട്, റെഫറൻസ് മെറ്റീരിയൽസ് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം നമുക്ക് റൂം വേണം. അതുപോലെ തന്നെ മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ സെപ്പറേറ്റ് ഏരിയ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി സാമ്പിൾ പ്രിപ്പറേഷൻ ഏരിയയിൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈമറി സാമ്പിൾ പ്രിപ്പറേഷൻ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ റിസീവ് ചെയ്തിട്ട് അതിനെ ആദ്യം തന്നെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് അനാലിസിസിന് വേണ്ടിയിട്ട് അയക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോളായിട്ടിരിക്കുന്ന ഒരു സാമ്പിളിനെ നമ്മൾ ഒന്നെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് അതിന്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് അതിനെ നമുക്ക് അനാലിസിസിന് പറ്റുന്ന ഒരു ഫോമിലാക്കി എടുത്തിട്ട് വേണം നമ്മൾ അനാലിസിസിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു റൂമാണ് പ്രൈമറി സാമ്പിൾ പ്രിപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. ആ റൂമിൽ ഇപ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുന്നത്? ഗ്രൈൻഡിങ്, സീവിങ്, അങ്ങനെയുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ആ ഒരു റൂമിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റഡ് ആയിരിക്കണം അല്ലേ. അല്ലെങ്കിൽ ആ നോയ്സും പൊടിയും ഒക്കെ കൂടെ വന്നിട്ട് ബാക്കിയുള്ള ഏരിയാസ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഗ്രാവോമെട്രിക് മെത്തേഡ് ചെയ്യുന്നിടത്താണെങ്കിലോ എന്ന് വെച്ചാൽ മാസിന്റെ ഡിറ്റക്ഷൻ, ഒരു സാമ്പിളിന്റെ മാസ് ആണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്? വേയിങ്, ഡ്രൈയിങ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അല്ലേ. അപ്പം അത് കെമിക്കൽസുമായിട്ട് അധികം നമുക്ക് കെമിക്കൽസുമായിട്ട് അത് വെച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അത് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഗ്രാവോമെട്രിക് മെത്തേഡ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് ഓവനിൽ വെച്ചിട്ട് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കളഞ്ഞിട്ട് ആ വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ പ്രൈമറി വെയിറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഓവനിൽ വെച്ചിട്ട് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കളഞ്ഞിട്ട് ബാക്കി എത്ര വെയിറ്റ് വരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയയ്ക്ക് കെമിക്കലുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് കാരണം അത് കെമിക്കൽ ഏരിയയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഗ്രാവോമെട്രിക് ഏരിയ എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ഒരു റൂം പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. ഇനി വെറ്റ് കെമിസ്ട്രി ലാബിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അവിടെ നമ്മുടെ മൈക്കോടോക്സിൻസ് അതുപോലെ തന്നെ ഉള്ള കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വെറ്റ് കെമിസ്ട്രി ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം സെപ്പറേറ്റഡ് ആയിട്ട് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി മൈക്കോടോക്സിനൊക്കെ ആണെങ്കിൽ ഹൈലി ഹസാഡസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഏരിയ നമ്മൾ ഹൈലി പ്രൊട്ടക്ട് ചെയ്ത് വേറെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മിക്സിങ് ഓഫ് ഫ്ലെയിമബിൾ സോൾവെൻസ് അല്ലേ. ഫ്ലെയിമബിൾ സോൾവെൻസ് അല്ലെങ്കിൽ കൊറോസീവ് ആയിട്ടുള്ള
ആയിട്ടുള്ള കെമിക്കൽസ് മിക്സ് ചെയ്യുമ്പോൾ കെമിക്കൽ ഹസാർഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റഡ് ഏരിയയിൽ വേണം ചെയ്യാനായിട്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുമ്പോൾ മൈക്രോവേവ് ഡൈജഷൻ ചെയ്യണം സാമ്പിളിനെ. ഫസ്റ്റ് പ്രൈമറി പ്രിപ്പറേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രൈമറി പ്രിപ്പറേഷനിൽ വരുന്നതാണ് മൈക്രോവേവ് ഡൈജഷൻ ഓഫ് സാമ്പിൾ. അത് ആസിഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ഏരിയയിൽ വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുമ്പോൾ എന്താണ് പെസ്റ്റിസൈഡ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുമ്പോഴും അതിനൊരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്താണ്, ഓർഗാനിക് സോൾവെന്റ് വെച്ചിട്ട് അതിനെ ക്ലീനപ്പ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ സമയത്തും അതെല്ലാം ഒരു സെപ്പറേറ്റ് ഏരിയയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഹെവി മെറ്റൽസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി അല്ലെങ്കിൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയുടെ ഡിറ്റക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഡിറ്റക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള റൂമിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു റൂമിൽ, ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു റൂമിൽ വേണം നമ്മുടെ HPLC ആണെങ്കിലും ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ആണെങ്കിലും അതിൻ്റെ ഡിറ്റക്ടേഴ്സും എല്ലാം സൂക്ഷിക്കാനായിട്ട്. ആ ഒരു റൂമിലേക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും അലോ ചെയ്യരുത്. കാരണം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ ഒരു റിസൾട്ടിന് ബയാസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഇറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി യൂസ് ചെയ്യുന്ന റൂം എന്ന് പറയുന്നത് അല്ലെങ്കിൽ HPLC വെച്ചിട്ടുള്ള ആ ഒരു റൂം എന്ന് പറയുന്നത് ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. അത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ കൺട്രോൾഡ് ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റിയിലും ഒക്കെയാണ് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു സെപ്പറേറ്റ് റൂം ഡിസൈൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഇനി നമ്മൾ ഒരു ഡാർക്ക് റൂം നമ്മൾ കൊടുത്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഡാർക്ക് റൂം? അത് എന്തിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്? അഫ്ലാടോക്സിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാർക്ക് റൂം പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ മൈക്കോടോക്സിനാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം? ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഒരു ഡാർക്ക് റൂം എന്തിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ്? അഫ്ലാടോക്സിൻസ് ഒക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡാർക്ക് റൂം പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മൈക്കോടോക്സിനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ്സ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ആ ഒരു ലാബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോബയോളജി ലാബ്, ഈ ലബോറട്ടറിക്കകത്ത് തന്നെ വരുന്നതാണല്ലോ മൈക്രോബയോളജി ലാബ് എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവിടുത്തെ എയറിന്റെ ഫ്ലോ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലായിരിക്കണം കേട്ടോ. ഒരിക്കലും ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എയർ വരാനായിട്ട് പാടില്ല. നമ്മൾ ഓരോരോ പ്രൊസീജിയറായിട്ട് ചെയ്തു പോകുന്നത് യൂണി എയർ ഫ്ലോ ഡയറക്ഷനിൽ വേണം ചെയ്തു പോകാനായിട്ട്. അതുപോലെ തന്നെ റെസ്റ്റ് റൂംസ് അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഒരു ഏരിയ ലബോറട്ടറിയിൽ സെറ്റ് ചെയ്യണം. ഈ സെറ്റ് ചെയ്യുന്ന ഏരിയ ഒരിക്കലും നമ്മുടെ മൈക്രോബയോളജി ലാബിന് തൊട്ടടുത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം ക്രോസ് കണ്ടാമിനേഷൻ വരും. മൈക്രോബയോളജിയാണ്, ഓർഗാനിസം വെച്ചിട്ടാണ് നമ്മളവിടെ എന്താണ് പെരുമാറുന്നത് അല്ലേ. ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ റെസ്റ്റ് റൂം ഏരിയ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊന്നും നമ്മൾ ഒരിക്കലും മൈക്രോബയോളജി ലാബിന് തൊട്ടടുത്തായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മൈക്രോബയോളജി ഏരിയയുടെ അടുത്തായിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു റെസ്റ്റ് റൂം പണിയാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും മാക്സിമം എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോ റൂം ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെപ്പറേഷൻ വെച്ചിട്ട് ഓരോ റൂമിനും കൊടുത്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി ഈ ലബോറട്ടറിയിൽ എന്തൊക്കെ തരത്തിലുള്ള സെക്ഷൻസ് ആണുള്ളതെന്നുള്ളത് നമുക്ക് അടുത്തൊരു ചാർട്ട് പോലെയുണ്ട്, അതിൽ നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇതൊരു സ്കീമാറ്റിക് റിപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ ലാബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യമേ നമ്മുടെ ലബോറട്ടറിയിൽ വരുന്ന ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ റെസിപ്പിയൻ്റ് ആൻഡ് രജിസ്ട്രേഷൻ. ഇവിടെ നമ്മൾ സാമ്പിൾ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. അതൊന്നെങ്കിൽ പോസ്റ്റ്മാൻ വഴി കൊണ്ടുവരും, അല്ലെങ്കിൽ ഏതെങ്കിലും മാനുഫാക്ചർ വഴി കൊണ്ടുവരും, അല്ലെങ്കിൽ കൊറിയർ സർവീസിൽ വഴി കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യമേ റിസീവ് ചെയ്ത് അത് ഒരു ബുക്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അല്ലേ. നമ്മുടെ ഒരു സാമ്പിൾ കിട്ടിയിട്ടുണ്ട്, എന്നാണ് കിട്ടിയ ഡേറ്റ്, കിട്ടിയ ടൈം എല്ലാം തന്നെ നമ്മൾ ആ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ആ സാമ്പിൾ നമ്മൾ വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് സാമ്പിൾ സ്റ്റോറേജ് റൂമിലേക്ക് കൊടുത്തു വിടുക അല്ലേ. ആദ്യമേ സാമ്പിൾ അപ്പം റിസീവ് ചെയ്തു, അതിനുശേഷം അത് രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു? അതൊരു സാമ്പിൾ സ്റ്റോറേജ് റൂമിലേക്ക് അത് നമ്മൾ
കൊടുത്തു, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കീപ്പ് ചെയ്തു. ഈ സാമ്പിൾ സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത് അവിടെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം കൺട്രോൾഡ് ആയിരിക്കും കേട്ടോ. ഒരിക്കലും നമ്മുടെ ഫുഡിന് ഒരു ഡിറ്റീരിയേഷനും അല്ലെങ്കിൽ ഫുഡ് സാമ്പിളിന് ഒരു ഡിറ്റീരിയേഷനും നടക്കാത്ത രീതിയിലുള്ള ഫെസിലിറ്റീസ് നിറഞ്ഞ ഒരു റൂം ആയിരിക്കണം എന്ത് സാമ്പിൾ സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ സാമ്പിൾ കേടായി പോകാനോ നശിച്ചു പോകാനോ പാടില്ല കേട്ടോ. അപ്പം അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വേണം നമ്മൾ എന്താണ് സാമ്പിൾ സ്റ്റോറേജ് ഏരിയ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത അവിടെ നിന്ന് സാമ്പിൾ എങ്ങോട്ട് പോവും? പ്രൈമറി പ്രോസസ്സിംഗ് ആൻഡ് സബ് സാമ്പിളിങ് അല്ലേ. ഈ പ്രൈമറി പ്രോസസ്സിങ്ങിനകത്ത് എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, സാമ്പിൾസ് നമ്മൾ ഡയറക്റ്റ് അങ്ങനെയല്ല അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ ഹോമോജനൈസേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ബ്ലെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഷേക്ക് ചെയ്യും. അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്ന എവിടെയാണ്? പ്രൈമറി പ്രോസസ്സിങ് ആൻഡ് സബ് സാമ്പിളിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ, ആ ഒരു റൂമിലാണ് അത് നടക്കുന്നത്. ഇനി അവിടെ നിന്ന് എന്തൊക്കെയായിട്ട് മാറ്റും? സാമ്പിളിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ആ സാമ്പിളിൽ നിന്ന് നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ ഓരോരോ റൂമിലേക്ക് അല്ലെ ഓരോരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് അതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഇൻ കേസ് ആ സാമ്പിളിൽ നിന്ന് നമുക്ക് ഹെവി മെറ്റൽസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് ഹെവി മെറ്റൽസ് അനാലിസിസ് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകും. അല്ല ഇനിയിപ്പോൾ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ മൈക്കോടോക്സിൻ ആണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകും. ഇനി അല്ല ജനറൽ ആയിട്ടുള്ള ഗ്രാവിമെട്രി, വോളിമെട്രിക്, ആഷിങ് അല്ലെങ്കിൽ അതൊക്കെയാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? ആ ഒരു ഏരിയയിലേക്ക് സാമ്പിൾ വിടും. അടുത്ത എന്താണ്? ന്യൂട്രീഷണൽ ഇവാലുവേഷൻ ആണ് നടത്തേണ്ടത്. ഫാറ്റ്, പ്രോട്ടീൻ, ഫൈബർ, കൊളസ്ട്രോൾ, ഫാറ്റി ആസിഡ്സ് ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ന്യൂട്രീഷൻ ഇവാലുവേഷൻ നടക്കുന്ന ലാബിലേക്ക് നമ്മൾ വിടും. ഓക്കെ. അടുത്ത എന്താണ്? മൈക്രോബയോളജി ആണ് കണ്ടക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ മൈക്രോബയോളജി ലാബിലേക്ക് അത് സാമ്പിളിനെ നമ്മൾ വിടും അല്ലേ. അപ്പൊ ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഫസ്റ്റ് നമ്മുടെ സാമ്പിളിൽ നിന്ന് നമുക്ക് ഹെവി മെറ്റൽസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് നടത്തുന്നത്? ഹെവി മെറ്റൽസ് ആണെങ്കിൽ ഹെവി മെറ്റൽസ് അനാലിസിസിന് വേണ്ടിയിട്ട് പ്രൈമറി പ്രോസസ്സിങ് കഴിഞ്ഞ് ആ ഒരു സാമ്പിൾ എത്തുന്നു. അതിനെ നമ്മൾ മൈക്രോവേവ് ഡയജഷൻ ചെയ്യുന്നു. അതിനുശേഷം അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ വെച്ചിട്ട് ആ ഒരു സാമ്പിളിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി അടുത്ത പെസ്റ്റിസൈഡ് റെസിഡ്യൂ അല്ലെങ്കിൽ മൈക്കോടോക്സിൻ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ അതിനെ എക്സ്ട്രാക്ഷൻ ഓർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ലാബിലോട്ട് അയക്കുന്നു. അവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട് ഇൻസ്ട്രുമെന്റേഷൻ ലാബിൽ? ഒന്നെങ്കിൽ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി അല്ലെ HPLC, അങ്ങനെ അല്ലെങ്കിൽ UV വിസിബിൾ ക്രോമാറ്റോ, അങ്ങനെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ഉള്ള മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ എന്താണ് റിഫ്ലക്റ്റൻസ് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഇരിക്കുന്ന റൂമിലേക്കാണ് പിന്നെ അത് വിടുന്നത് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആദ്യമേ തന്നെ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം അതിനെ ഇൻസ്ട്രുമെന്റ് ലാബിലേക്ക് വിടുന്നു. ഇനി അടുത്ത നമ്മൾ ജനറൽ ആയിട്ടുള്ള ഗ്രാവിമെട്രി മെത്തേഡ്സ് അല്ലെങ്കിൽ ആഷിംഗ് മെത്തേഡ്സ്, വോളിമെട്രിക് മെത്തേഡൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പിളിനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? അതിനെ ഒന്നെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യുന്നു, അല്ലെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അല്ലെ ഫിൽട്രേറ്റ് ചെയ്യുന്നു, പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നു, ഡെറിവേറ്റൈസേഷൻ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഇൻസ്ട്രുമെന്റ് ലാബിലേക്ക് അയക്കുന്നു. ഓക്കെ. അടുത്ത എന്താണ്? ന്യൂട്രീഷണൽ ഇവാലുവേഷൻ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ലാബിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. അവിടെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒക്കെ എമൗണ്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു സാമ്പിളിൽ നിന്ന്. ഇനി മൈക്രോബയോളജി ആണ് ചെയ്യേണ്ടെങ്കിലോ ഫസ്റ്റ് നമ്മൾ മീഡിയ പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ സാമ്പിൾ പ്രിപ്പറേഷൻ അവിടെ ഉണ്ട്, വേറെ ഒരു സാമ്പിൾ പ്രിപ്പറേഷൻ ഉണ്ട്, അത് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഇനോക്കുലേറ്റ് ചെയ്യുന്നു, ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നു. ഇത്രയും പ്രോസസ്സാണ് മൈക്രോബയോളജി ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തൊക്കെയാണ് ഒരു ഫുഡ് സാമ്പിൾ നമുക്ക് റിസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഫുഡ് സാമ്പിളിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, അത് ഏതെല്ലാം മെത്തേഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ. ഓക്കെ. ഇനി നമുക്ക് ആ ഓരോരോ ഏരിയയുടെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ്? സാമ്പിൾ റിസപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ഏരിയ എങ്ങനെയായിരിക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കൊറിയർ പേഴ്സൺ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഡെലിവറി പേഴ്സൺ ഒക്കെ എന്ത് ചെയ്യും? ഈ സാമ്പിളിനെ ഡെലിവർ ചെയ്യും അല്ലേ. അപ്പോൾ സാമ്പിൾ റിസപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് എന്താണ് ഫസ്റ്റ് നടക്കുന്നത്? നമ്മുടെ കൊറിയർ പേഴ്സൺ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഡെലിവറി പേഴ്സൺ വന്നിട്ട് ഈ ഒരു സാമ്പിൾ അവരുടെ
ഡെലിവർ ചെയ്യും അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ റൂം എന്ന് പറയുന്നത് എൻട്രൻസിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ലബോറട്ടറിയുടെ എൻട്രൻസിലായിട്ടായിരിക്കും ഈ ഒരു സാമ്പിൾ റിസീവ് ചെയ്യുന്ന റൂം ഉള്ളത്. എന്നിട്ട് ആ ഒരു സാമ്പിൾ റിസീവ് ചെയ്യുന്നത് ഇതുവഴിയായിരിക്കും, ഒരു ലാർജ് വിൻഡോ ഉണ്ടായിരിക്കും അല്ലേ. അതുവഴിയാണ് കമ്മ്യൂണിക്കേഷനും പിന്നെ ഈ ഒരു പാഴ്സലൊക്കെ സ്വീകരിക്കുന്നതും ഈ വരുന്ന ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പാഴ്സലൊക്കെ സ്വീകരിച്ച് വെക്കുന്നതും എല്ലാം എവിടെയായിരിക്കും, ഈ ഒരു സാമ്പിൾ റിസപ്ഷൻ ഏരിയയിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, സാമ്പിളിനെ റിസീവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്, ആ ഒരു കിട്ടുന്ന സാമ്പിളിനെ ഒരു ബുക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൻ്റെ അകത്തിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു. അല്ലെങ്കിൽ LIMS വഴിയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തുന്നു. എന്ത് സാമ്പിളാണെന്നുള്ളത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ബുക്ക് വെച്ചിട്ട് ആ ഒരു രജിസ്റ്റർ ബുക്കിൻ്റെ അകത്ത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സാമ്പിൾ ഇന്ന ഡേറ്റിൽ ഈ സാമ്പിൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ എന്താണ്, ഓരോ സാമ്പിളിനും ഓരോ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. LIMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അത് നമ്മുടെ എന്താണ് കമ്പ്യൂട്ടർ വൈസ് ഉള്ള എല്ലാ ഡോക്യുമെന്റേഷനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് LIMS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ആ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും വരുന്ന സാമ്പിൾസ്, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ വെച്ചിട്ട് അതിൽ എന്താണ് ഇൻക്ലൂഡ് ആക്കി വിടും. അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ്, സാമ്പിൾസിനെല്ലാം തന്നെ ഓരോ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറും കൂടെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു സാമ്പിൾ രജിസ്റ്ററിൻ്റെ അകത്ത് അത് എൻ്റർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതെല്ലാം തന്നെ നമ്മൾ ആ പാഴ്സലിൽ സ്വീകരിക്കുന്നത്, അത് ഓപ്പൺ ചെയ്യുന്നത് എല്ലാം CCTVയുടെ അണ്ടറിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. CCTV അണ്ടറിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആ ഒരു സാമ്പിളിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഏതൊക്കെ ഇൻഫർമേഷനാണ്, അതിൻ്റെ സീല്, പാക്കിംഗ് മെറ്റീരിയൽ ഏതാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് നമ്മൾ ആ ഒരു പാക്കേജിന് മുകളിലായിട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, ഈ കിട്ടുന്ന സാമ്പിളിനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇടും, പ്രൈമറി സാമ്പിൾ പ്രോസസ്സിംഗ് ആൻഡ് സബ് സാമ്പിളിംഗ് സെക്ഷനിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സാമ്പിൾ റിസപ്ഷൻ ഏരിയയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, സാമ്പിളിനെ റിസീവ് ചെയ്യുന്നു. എവിടെ നിന്ന്, ഒന്നെങ്കിൽ കൊറിയർ സർവീസിൽ നിന്ന്, അല്ലെങ്കിൽ പോസ്റ്റ്മാൻ വഴി, അല്ലെങ്കിൽ ഡെലിവറി ബോയ് വഴി വരുന്ന സാമ്പിളിനെ റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യുന്നത് ഒരു ലാർജ് വിൻഡോ സ്പേസ് ആയിരിക്കും അല്ലെ. ലബോറട്ടറിയുടെ എൻട്രൻസ് ഭാഗത്തായിട്ടായിരിക്കും ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വിൻഡോയ്ക്കകത്തൂടെ നമ്മൾ സാമ്പിൾ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ സാമ്പിളിനെ നമ്മുടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു. രജിസ്റ്റർ ബുക്കിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇതെല്ലാം നടക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ഓപ്പണിങ്ങും എല്ലാം നടക്കുന്നത് ഒരു CCTVയുടെ സർവലൻസിൻ്റെ അടിയിലായിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ സാമ്പിളിനെല്ലാം ഓരോ യുണീക്ക് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ പാക്കേജിങ് മെറ്റീരിയൽ ഏതാണ്, അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു എന്താണ് അതിൻ്റെ പുറത്തായിട്ട് എഴുതി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ആ ഒരു സാമ്പിളിനെ നമ്മൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക്, പ്രൈമറി പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ആ സാമ്പിൾ അനലൈസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ എങ്ങോട്ട് വിടും, സാമ്പിൾ സ്റ്റോറേജ് ഏരിയയിലേക്ക് വിടും അല്ലേ. ഞാനൊരു ഡയഗ്രത്തിൽ പറഞ്ഞു, ആദ്യമേ റിസീവ് ചെയ്യുന്നു, എന്നിട്ട് തന്നെ സാമ്പിൾ സ്റ്റോറേജ് ഏരിയയിലേക്ക് വിടുമെന്നല്ലേ. അതെങ്ങനെയുള്ള സാമ്പിൾസ് ആണ് സാമ്പിൾ സ്റ്റോറേജ് ഏരിയയിലേക്ക് വിടുന്നത്, നമുക്ക് പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ടാത്ത സാമ്പിൾസ് എല്ലാം നമ്മൾ സ്റ്റോറേജ് ഏരിയയിലേക്ക് വെക്കും. പിന്നെ ആ സ്റ്റോറേജ് ഏരിയയിൽ നിന്നാണ് പ്രൈമറി സാമ്പിൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് വിടുന്നത് കേട്ടോ. സാമ്പിൾ റിസീവ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് സാമ്പിളിംഗ് ചെയ്യേണ്ടാത്ത സാമ്പിൾസ് ഉണ്ടല്ലോ അല്ലെ, അനാലിസിസ് ചെയ്യേണ്ടാത്ത സാമ്പിൾസ് നമ്മൾ എവിടെ ആയിട്ട് സൂക്ഷിക്കും, സാമ്പിൾ സ്റ്റോറേജ് ഏരിയയിൽ സൂക്ഷിക്കും. അതിനുശേഷം പിന്നീട് പ്രൈമറി സാമ്പിൾ പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് ആ ഒരു സ്റ്റോറേജിൽ നിന്നായിരിക്കും, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കും നമ്മൾ എവിടോട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിടുന്നത്, ആ ഒരു പ്രൈമറി പ്രോസസ്സിംഗ് ഏരിയയിലേക്ക് വിടുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഏരിയയുടെ നമ്മൾക്ക് സ്പെസിഫിക്കേഷൻസ് അല്ലെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏരിയയുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 50 സ്ക്വയർ ആയിരിക്കണം, സ്ക്വയർ പെർ മീറ്റർ ആയിരിക്കണം അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ലാർജ് വിൻഡോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സൺസിന് അവിടേക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. ഓതറൈസ്ഡ് പേഴ്സൺസിന് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ആക്സസും കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് ആ ഒരു ഏരിയയിലേക്ക് വേണ്ടുന്നത്, കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം,
പ്രിന്റർ ഉണ്ടായിരിക്കണം, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് വേണം, CCTV കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ ഇനി അവിടത്തേക്ക് വേണ്ടുന്ന ഫർണിച്ചേഴ്സ് എന്തൊക്കെയാണ്, ടേബിൾ ഉണ്ടായിരിക്കണം, ചെയർ ഉണ്ടായിരിക്കണം. ദെൻ സെക്യൂർഡ് സാമ്പിൾ സ്റ്റോറേജ് ഫെസിലിറ്റി എന്തൊക്കെയായിരിക്കും, സാമ്പിളിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെ വേണം, ഒരു റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കണം, അപ്രൈറ്റ് ഫ്രീസേഴ്സ് ഉണ്ടായിരിക്കണം. റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 8 to 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഫ്രീസേഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -25 to -20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഇനി സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അവിടത്തേക്കിന് വേണ്ടുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരിക്കണം, ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ സെഗ്രിഗേറ്റഡ് വേസ്റ്റ് ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഫസ്റ്റ് നമ്മുടെ സാമ്പിൾ റിസപ്ഷൻ ആൻഡ് സ്റ്റോറേജ് ഏരിയയിലേക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കേട്ടോ. അടുത്ത എന്താണ്, സാമ്പിൾ സ്റ്റോറേജ് റൂം അല്ലേ. ഇങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്ന സാമ്പിളിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയ ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സാമ്പിൾ അനലൈസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സാമ്പിളിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയ ആണ് എന്താണ്, സാമ്പിൾ സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടത്തേക്കിന് എന്തൊക്കെയാണ്, അവിടെ എന്തായിരിക്കണം, ഒരിക്കലും തന്നെ നമ്മുടെ സാമ്പിൾ ആ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആവാനോ ഡിറ്റീരിയറേഷൻ സംഭവിക്കാനോ ഒന്നും ചാൻസ് നമ്മൾ കൊടുക്കരുത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് ഉള്ള റൂമായിരിക്കണം എന്ത്, സാമ്പിൾ സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, അവിടെ നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. എന്തിൻ്റെ സെക്യൂരിറ്റി, എക്സ്റ്റേണൽ ആയിട്ട് ഒരു അഡൾട്രേഷന് സാമ്പിളിന് ഉണ്ടാകുന്നില്ല ഉള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലേ. അപ്പോൾ ആ ഒരു ഏരിയ ഹൈലി സെക്യൂർ ആയിരിക്കണം അല്ലേ. സാമ്പിളിന് നമ്മൾ ഒരു രീതിയിലും പുറത്തു നിന്നുള്ള ഒരു അഡൾട്രേഷനോ ഒന്നും സംഭവിക്കാനായിട്ടുള്ള ചാൻസ് കൊടുക്കരുത്. അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കും. എല്ലാ ആൾക്കാർക്കും ഒന്നും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഓൺലി ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ആ ഏരിയയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള സ്റ്റോറേജ് ടെമ്പറേച്ചർ കൊടുത്തില്ലെങ്കിൽ സാമ്പിൾ ഡിറ്റീരിയറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ പ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചറും കൂടെ ആ ഒരു ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് CCTV സർവൈലൻസിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആയിരിക്കണം. അവിടെ CCTV ഉണ്ടായിരിക്കണം. ഇനി അതിൻ്റെ ഏരിയ റിക്വയർമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏരിയ എത്ര ഉണ്ടായിരിക്കണം, 50 സ്ക്വയർ മീറ്റർ തന്നെ ആയിരിക്കണം. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ആ ഒരു ഏരിയയിലേക്ക് അക്സസിബിൾ ആവാറുള്ളൂ, അല്ലെങ്കിൽ അവരെ മാത്രമേ കടത്തിവിടാൻ പാടുള്ളൂ. എയർ കണ്ടീഷൻഡ് ടെമ്പറേച്ചർ ആയിരിക്കണം 20 ± 2 ഡിഗ്രി സെൽഷ്യസും. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു AC-യുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ± 2 ഡിഗ്രി സെൽഷ്യസും. അതുപോലെ തന്നെ അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 50 to 70% ആയിരിക്കണം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇനി അവിടെ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടുന്നത്, കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം, പ്രിൻ്റർ ഉണ്ടായിരിക്കണം, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ CCTV സർവൈലൻസും ഉണ്ടായിരിക്കണം അല്ലേ. ഇനി സാമ്പിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെ വേണം, റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കണം, അപ്രൈറ്റ് ഫ്രീസേഴ്സ് ഉണ്ടായിരിക്കണം. റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ 8 to 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ -25 to -20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഇനി അവിടെ എന്തെല്ലാം ഫർണിച്ചേഴ്സ് ആണ് വേണ്ടത്, ഓഫീസ് ടേബിളും ചെയറും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വേണം അല്ലേ. ഷെൽഫ്സ് ഉണ്ടായിരിക്കണം, സാമ്പിൾസിന് വേണ്ടുന്ന ഷെൽഫ്സ് ഉണ്ടായിരിക്കണം, കബോർഡ്സ് ഉണ്ടായിരിക്കണം, അലമാര ഉണ്ടായിരിക്കണം അല്ലേ. ഈ സാമ്പിൾ മെറ്റീരിയൽസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടുന്ന സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടായിരിക്കണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കണം, സെഗ്രിഗേറ്റഡ് വേസ്റ്റ് ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ അത്യാവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത പ്രൈമറി സാമ്പിൾ പ്രോസസ്സിംഗ് ആൻഡ് സബ് സാമ്പിൾ പ്രിപ്പറേഷൻ ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സാമ്പിളിൻ്റെ ഗ്രൈൻഡിങ് ഓപ്പറേഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഹോമോജനൈസേഷൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഗ്രൈൻഡിങ് ഇൻ മിൽസ്, ഹോമോജനൈസേഴ്സ്, കോഫി ഗ്രൈൻഡേഴ്സ് ഓർ എ സ്യൂട്ടബിൾ
equivalent device depending on the size of and structure of the laboratory sample. സാമ്പിളിൻ്റെ സൈസിനനുസരിച്ചിട്ട് അതിൻ്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഗ്രൈൻഡിങ് ആണ് ചെയ്യുന്നത്. ഈ ഗ്രൈൻഡിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ മിൽസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹോമോജനൈസേഴ്സ്, കോഫി ഗ്രൈൻഡേഴ്സ്, അല്ലെങ്കിൽ എന്താണോ ആ ഒരു പർട്ടിക്കുലർ സാമ്പിളിന് സ്യൂട്ടബിൾ ആയിട്ട് അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് അത് യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ലബോറട്ടറി സാമ്പിൾ ഫ്ലോറോ ലിക്വിഡോ ആണെങ്കിൽ, പൊടിയായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള സാധനങ്ങളോ ആണ് നമുക്ക് സാമ്പിളായിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ സൈസ് റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്താൽ മതി അല്ലേ. അത് പിന്നെ ഹോമോജനൈസ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഷേക്ക് ചെയ്യുക. ആവശ്യാനുസരണം നന്നായിട്ട് മിക്സ് ചെയ്യുകയോ ഷേക്ക് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ സാമ്പിൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ സൈസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രൈൻഡിങ് വഴിയാണ്. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മില്ല്, ഹോമോജനൈസർ അല്ലെങ്കിൽ കോഫി ഗ്രൈൻഡേഴ്സ് അല്ലെങ്കിൽ ആ സാമ്പിളിനനുസരിച്ച് ഏത് എക്യുപ്മെൻ്റ് ആണോ യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇൻ കേസ് ഓഫ് ഫ്ലോർ അല്ലെങ്കിൽ ലിക്വിഡ് സാമ്പിളാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും അല്ലെങ്കിൽ ഷേക്ക് ചെയ്യും. നമുക്ക് ആവശ്യാനുസരണം അത് നന്നായി മിക്സ് ആവുന്നത് വരെ ഷേക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു സാമ്പിൾ പ്രിപ്പറേഷൻ റൂമിൽ തന്നെ ഒരു കണക്ഷൻ റൂം കൂടെ ഉണ്ടായിരിക്കണം. ഈ കണക്ഷൻ റൂം എന്ത് തന്നെയാണ്? ഒരു റൂം, അതിൽ തന്നെ മറ്റൊരു റൂമും കൂടെ ഉണ്ടായിരിക്കണം. ആ ഒരു കണക്ഷൻ റൂം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കുഞ്ഞു റൂം ഈ ഒരു സാമ്പിൾ പ്രിപ്പറേഷൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ബ്ലെൻഡിങ് ചെയ്യാൻ, ഗ്രൈൻഡിങ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്രീ ഡ്രൈയിങ് ചെയ്യേണ്ടുന്ന സാമ്പിൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു എയർ എക്സ്ട്രാക്ഷൻ യൂണിറ്റ് ഉണ്ടായിരിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ടു റിമൂവ് ഓഡർ ആസ് വെൽ ആസ് എക്സസ് ഹീറ്റ് അല്ലേ. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സസ് ഹീറ്റ് അല്ലെങ്കിൽ ഓഡറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എന്തുണ്ടായിരിക്കണം? എയർ എക്സ്ട്രാക്ഷൻ യൂണിറ്റും കൂടെ ഉണ്ടായിരിക്കണം. എവിടെ? ഈ ഒരു സാമ്പിൾ പ്രിപ്പറേഷൻ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സബ് റൂം ഉണ്ടായിരിക്കണം, ഒരു കുഞ്ഞു റൂമും കൂടെ ഉണ്ടായിരിക്കണം, സബ് സാമ്പിളിംഗ് റൂം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനോ അവിടെ ഒരു എന്തുണ്ടായിരിക്കണം? എയർ എക്സ്ട്രാക്ഷൻ യൂണിറ്റും ഉണ്ടായിരിക്കണം. അത് എക്സസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഓർഡറിനെയും എക്സസ് ഹീറ്റിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നോയ്സും ഡസ്റ്റും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? മാസ്ക് വിയർ ചെയ്യുക അല്ലെ. വിയറിംഗ് മാസ്ക്, ഇയർ പ്ലഗ്സ്, മഫ്സ് ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ ദിസ് ഓപ്പറേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നോയ്സും പൊടിയും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? മാസ്ക് വിയർ ചെയ്തിരിക്കണം, ഇയർ പ്ലഗ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്തിരിക്കണം, ഇയർ പ്ലഗ്സ് യൂസ് ചെയ്തിരിക്കണം, മഫ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ആ ഒരു റൂമിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏരിയ എന്ന് പറയുന്നത് 50 സ്ക്വയർ മീറ്റർ ആണ്. അവിടത്തേക്ക് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്? കമ്പ്യൂട്ടർ വേണം, പ്രിൻ്റർ ഉണ്ടായിരിക്കണം, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം, CCTV സർവൈലൻസ് ഉണ്ടായിരിക്കണം, പിന്നെ ഗ്രൈൻഡിങ് മില്ല് ഉണ്ടായിരിക്കണം, പിന്നെ എന്താണ് ബ്ലെൻഡർ ഉണ്ടായിരിക്കണം, പിന്നെ അതിൻ്റെ ജാസ് ഉണ്ടായിരിക്കണം, സീവ്സ് അരിപ്പ ഉണ്ടായിരിക്കണം, ഗ്രൈൻഡറും സീവ്സും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യൂബിക്കിൾസ് കണക്റ്റഡ് ടു എ വെന്റിലേഷൻ സിസ്റ്റം ഫോർ ഗ്രൈൻഡിങ് ഉണ്ടായിരിക്കണം, ക്യൂബിക്കിൾസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? സാമ്പിൾ സ്പ്ലിറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈയിങ് ഓവൻ, ടോപ്പ് ആൻഡ് ബാലൻസ്, ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഏരിയയിൽ വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഗ്രൈൻഡിങ് മില്ല് ഉണ്ടായിരിക്കണം, ബ്ലെൻഡേഴ്സും അതിൻ്റെ ജാറും ഉണ്ടായിരിക്കണം, സീവ്സ് ഉണ്ടായിരിക്കണം, പിന്നെ ബ്രഷ് വേണം, ഇതെല്ലാം ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് ഉണ്ടായിരിക്കണം, പിന്നെ ക്യൂബിക്കിൾസ് ഉണ്ടായിരിക്കണം. അതൊരു വെന്റിലേഷൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രൈൻഡിങ്ങിൻ്റെ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ സ്പ്ലിറ്റേഴ്സ് ഉണ്ടായിരിക്കണം, ഡ്രൈയിങ് ഓവൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബാലൻസ് ഉണ്ടായിരിക്കണം. വേ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ആൻഡ് ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അവിടെ സാമ്പിൾ സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രീസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ 8 to 10 ഡിഗ്രി സെൽഷ്യസും ഫ്രീസേഴ്സ് -25 to 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കേട്ടോ. പിന്നെ അവിടെ എന്തെല്ലാം ഫർണിച്ചേഴ്സാണ് വേണ്ടത്? വർക്കിംഗ് ടേബിൾ വേണം, സിങ്ക് ഉണ്ടായിരിക്കണം, പിന്നെ ബെഞ്ച് ചെയറൊക്കെ ഉണ്ടായിരിക്കണം.
അതുപോലെ തന്നെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടുന്നത് ഇവിടെ? ഡസ്റ്റ് മാസ്ക് ഉണ്ടായിരിക്കണം, ലാബ് കോട്ട് ഉണ്ടായിരിക്കണം, സേഫ്റ്റി ഗ്ലാസസ് ഉണ്ടായിരിക്കണം, ഇയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ടായിരിക്കണം, ഐ വാഷ് ഉണ്ടായിരിക്കണം, സേഫ്റ്റി ഷവേഴ്സ് ഉണ്ടായിരിക്കണം, ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സെഗ്രിഗേറ്റഡ് വേസ്റ്റ് ഡിസ്പോസൽ കണ്ടെയ്നേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി എക്യുപ്മെൻ്റ് ആയിട്ട് നമ്മുടെ പ്രൈമറി പ്രോസസ്സിംഗ്, സാമ്പിൾ പ്രോസസ്സിംഗ് ഏരിയയിൽ വേണ്ടുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ISO സ്റ്റാൻഡേർഡ് ഈസ് ഫോളോഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ക്വാളിറ്റി അഷുറൻസ് സിസ്റ്റം ഇൻ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി? ഏത് ISO സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ISO IES ഏതാണ്? 17025 2017 അല്ലേ? ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഒരു ലബോറട്ടറി സെറ്റപ്പ് ചെയ്യേണ്ടത്, അതിന്റെ റിക്വയർമെന്റ്സിന്റെ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്നത് പറയുന്നത് ISO IES 17025 2017 എന്നുള്ളത് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഐഡിയൽ ടൈം ലൈൻ ടു ഒബ്റ്റെയിൻ NABL അക്രഡിറ്റേഷൻ ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് എ ബേസിക് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി? ഒരു ബേസിക് ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ടാക്കിയതിന് ശേഷം എത്ര നാളിനകത്ത് നമുക്ക് NABL സർട്ടിഫിക്കേഷൻ വേണം, കിട്ടിയിരിക്കണം? വിത്തിൻ 6 months അല്ലേ? 6 മാസത്തിനകത്ത് നമുക്ക് ആ ഒരു NABL അക്രഡിറ്റേഷൻ നേടിയെടുത്തിരിക്കണം പുതിയൊരു ലാബിന് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് കമ്പോണന്റ് ഇൻ സെറ്റിംഗ് അപ്പ് എ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി? ഇതിൻ്റെ അകത്ത് ഏതാണ് ബേസിക് കമ്പോണന്റ് അല്ലാത്തത് അല്ലേ? ഓർഗനൈസിങ് ഫുഡ് എക്സിബിഷൻസ് നടത്തേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലേ. ബാക്കി എന്താണ്? സെലക്ഷൻ ഓഫ് അനാലിസിസ് ടു ബി പെർഫോംഡ്, അത് വേണം. ഏതൊക്കെ അനാലിസിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് ഓഫ് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് സ്റ്റാഫ്സ്, അത് വേണം. സെലക്ഷൻ ആൻഡ് പർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്സ്, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വേണം. ബാക്കി എന്താണ് അപ്പൊ ഇല്ലാത്തത്? നോട്ട് ഏതാണ്? ഓർഗനൈസിങ് ഫുഡ് എക്സിബിഷൻസ്. ഫുഡ് എക്സിബിഷൻ ഒന്നും നടത്തേണ്ട കാര്യമില്ല അല്ലേ ഒരു ഫുഡ് ലബോറട്ടറി സെറ്റ് ചെയ്യുമ്പോഴും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ കീ റീസൺ ഫോർ സെപ്പറേറ്റിംഗ് വെറ്റ് കെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി ലാബ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോസ് കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് റൂം ഈസ് ടിപ്പിക്കലി ലൊക്കേറ്റഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ലാബ് ഫോർ റിസീവിംഗ് സാമ്പിൾസ്? ഏത് റൂമാണ്? സാമ്പിൾ റെസിപ്പിയൻ റൂം അല്ലേ? എൻട്രൻസിലായിട്ട് വേണ്ടുന്ന എന്താണ്? സാമ്പിൾ റെസിപ്പിയൻ റൂം. അപ്പൊ ആൻസർ സി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ലോഗിങ് സാമ്പിൾസ് ഇൻ ദ റെസിപ്പിയൻ റൂം? ലോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ മാനുവൽ രജിസ്റ്റർ അല്ലെങ്കിൽ LIMS ആണ് നമ്മൾ രജിസ്റ്റർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? ഓപ്ഷൻ സി ആണ്. അടുത്ത എന്താണ്? ദ ഫങ്ഷൻസ് ഓഫ് എ ഡ്രൈയിങ് ഓവൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് അനാലിസിസ് പ്രോസസ്? ഏത് അനാലിസിസ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത് ഡ്രൈയിങ് ഓവൻ എന്നുള്ളത്? ഏതാണ്? നമ്മുടെ ഗ്രാവിമെട്രിക് അനാലിസിസ്, മാസ് ഡിറ്റക്ഷൻ ഓഫ് എ സാമ്പിൾ കേട്ടോ. ഒരു സാമ്പിളിന്റെ മാസ് ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡ്രൈയിങ് ഓവൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ലാബ് എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ അഫ്ലാടോക്സിൻ അനാലിസിസ് ആൻഡ് റിക്വസ്റ്റ് എ ഡാർക്ക് റൂം അല്ലേ? ഇതിൽ ഏതാണ് അഫ്ലാടോക്സിന്റെ ഇതിന് വേണ്ടിയിട്ട് അഫ്ലാടോക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് HPLC. ഓക്കെ, HPLC ആണ് നമ്മൾ അഫ്ലാടോക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് കേട്ടോ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്. ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി. ഇനി അടുത്ത വിച്ച് ഈസ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ ഫോർ എ റെഫ്രിജറേറ്റർ ഇൻ സാമ്പിൾ സ്റ്റോറേജ് ഏരിയ? ഏതാണ് റിക്വയർഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റെഫ്രിജറേറ്ററിന്? 8 to 10 degree Celsius ആണ് വേണ്ടുന്നത് അല്ലേ റെഫ്രിജറേറ്ററിന്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ഏതാണ്? വിച്ച് ടൈപ്പ് ഓഫ് വെന്റിലേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ഗ്രൈൻഡിങ് ക്യൂബിക്കിൾസ്? ഗ്രൈൻഡിങ് ക്യൂബിക്കിൾസിൽ ഏത് തരത്തിലുള്ള വെന്റിലേഷൻ ആണ് വേണ്ടുന്നത്? ഡസ്റ്റ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം ആണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ. ഓപ്ഷൻ സി. ഡസ്റ്റിനെയൊക്കെ പുറന്തള്ളാനുള്ള സിസ്റ്റമാണ് വേണ്ടത്. ഗ്രൈൻഡിങ്ങിന്റെ സമയത്ത് ഡസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റാനുള്ള സിസ്റ്റമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇന്റഗ്രിറ്റി ഓഫ് എ സ്റ്റോർഡ് സാമ്പിൾ ഈസ് മെയിൻറ്റൈൻഡ് ബൈ ഓൾ എക്സെപ്റ്റ്. ഇതിൽ ഏതൊക്കെയാണ് ഒരു സ്റ്റോർഡ് സാമ്പിളിന്റെ ഇന്റഗ്രിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്?
ഹെൽപ്പ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവോയ്ഡിങ് കണ്ടാമിനേഷൻ, റെഗുലേറ്റഡ് ലൈറ്റിംഗ്, പ്രിവെന്റിങ് അപ്പം നമ്മൾ ഒരു സാമ്പിൾ സ്റ്റോർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, അല്ലെ സ്റ്റോർ ചെയ്യുന്ന റൂം ആ സാമ്പിളിനെ എന്തിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യണം, കണ്ടാമിനേഷൻ ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെ പ്രിവെന്റിങ് ഡിറ്റീരിയറേഷൻ ഇല്ലാതെ തന്നെ പ്രിവെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലേ. അപ്പൊ അതിലില്ലാത്ത ഏതാണ്, റെഗുലേറ്റഡ് ലൈറ്റ്നിങ്. ഇതാണ് ഇപ്പൊ ആൻസർ അല്ലേ, ഓപ്ഷൻ ബി. ലൈറ്റിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ചായിട്ട് പറയേണ്ട കാര്യമില്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു സാമ്പിൾ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ക്രിട്ടിക്കൽ ഡിസൈൻ റിക്വയർഡ് ഫോർ ലാബ് വർക്കിംഗ് വിത്ത് ഫ്ലെയിമബിൾ സോൾവെൻസ്. ഫ്ലെയിമബിൾ സോൾവെൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ലാബ് ഡിസൈൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ഷെയർഡ് സ്പേസ് ഫോർ ഓർ അനാലിസിസ് ആണോ? അല്ല. കോമൺ സിങ്ക് ഫോർ ലാബ്സ് ആണോ? അതോ അല്ല. സെഗ്രിഗേറ്റഡ് സ്പേസ് ഫോർ ഹസാർഡസ് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഓരോ ഹസാർഡസ് ഓപ്പറേഷൻസും ചെയ്യുമ്പോൾ ഒരു സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലേ. ഫ്ലെയിമബിൾ സോൾവെൻസ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്ത് വേണം അത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. വിച്ച് ഓഫ് ദിസ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ മൈക്രോബയോളജി ലാബ് ലേഔട്ട്? ഇതിൽ ഏതാണ് മൈക്രോബയോളജി ലാബ് ലേഔട്ടിൻ്റെ അകത്ത് വരാത്തതായിട്ടുള്ള കാര്യം? യൂണി ഡയറക്ഷണൽ ഫ്ലോ വേണം അല്ലേ, മീഡിയ പ്രിപ്പറേഷൻ ഏരിയ വേണം, റെസ്റ്റ് റൂം ഇൻസൈഡ് ദ ലാബ് വേണോ? ആവശ്യമില്ല. ഒരിക്കലും ലാബിൻ്റെ ഉള്ളിൽ റെസ്റ്റ് റൂം കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ മൈക്രോബയോളജി ലാബിൽ ഉൾപ്പെടാത്ത ഏത് കാര്യമാണുള്ളത്? റെസ്റ്റ് റൂം ഇൻസൈഡ് ദ ലാബാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് ഡിറ്റക്ടർ ഈസ് യൂസ്ഡ് വിത്ത് ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഫോർ പെസ്റ്റിസൈഡ് അനാലിസിസ്? പെസ്റ്റിസൈഡ് അനാലിസിസിന് വേണ്ടിയിട്ട് ഏത് ഡിറ്റക്ടറാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സാമ്പിൾ ഹാൻഡ്ലിംഗ് സ്റ്റെപ്പ് ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ CCTV സർവലൻസ്? ഇതിൽ ഏത് സാമ്പിൾ ഹാൻഡ്ലിംഗ് സ്റ്റെപ്പാണ് CCTV മസ്റ്റായിട്ട് വേണ്ടതെന്നുള്ളത്? ഫൈനൽ റിപ്പോർട്ട് ജനറേഷനിലാണോ? അല്ല. ഹോമോജനൈസേഷൻ്റെ സമയത്താണോ? അല്ല. സാമ്പിൾ പാഴ്സൽ ഓപ്പണിങ്ങിൻ്റെ സമയത്താണ് നമുക്ക് അത്യാവശ്യമായിട്ടും CCTV വേണ്ടുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ വെയിങ് ഇൻ ഗ്രാവമെട്രിക് അനാലിസിസ്? ഗ്രാവമെട്രിക് അനാലിസിസ് ചെയ്യുമ്പോൾ ഇതിലേതാണ് വെയിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഏതാണ്? ടോപ്പ് പാൻ ബാലൻസ് ആണ് നമ്മൾ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത എന്താണ്? വാട്ട് മസ്റ്റ് ബി ഡൺ ടു എൻഷുർ ഹോമോജനിസിറ്റി ഓഫ് സാമ്പിൾ? ഒരു സാമ്പിൾ ഹോമോജനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഷേക്കിംഗ് ഓൺലി ആണോ? അല്ല. ഹീറ്റിംഗ് ദ സാമ്പിൾ ആണോ? അല്ല. ഗ്രൈൻഡിങ് ഇൻ മിൽസ് ഓർ ബ്ലെൻഡേഴ്സ് ആണ് അല്ലേ. ഒരു ഗ്രൈൻഡിങ് മിൽസിൽ അല്ലെങ്കിൽ ബ്ലെൻഡേഴ്സിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതാണ് നമ്മൾ ഹോമോജനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് കൺസിഡേർഡ് സേഫ്റ്റി എക്യുപ്മെന്റ് ഇൻ സാമ്പിൾ പ്രോസസ്സിംഗ്? സാമ്പിൾ പ്രോസസ്സിങ്ങിന്റെ സമയത്ത് സേഫ്റ്റി മെഷർ അല്ലാത്ത അല്ലെ സേഫ്റ്റി എക്യുപ്മെന്റ് അല്ലാത്ത എന്താണെന്നുള്ളത്? ഡസ്റ്റ് മാസ്ക് ആണോ? ആണല്ലേ. ഡസ്റ്റ് മാസ്ക് ഒരു സേഫ്റ്റി എക്യുപ്മെന്റ് ആണ്. ഇയർ പ്ലഗ് ഒരു സേഫ്റ്റി എക്യുപ്മെന്റ് ആണ്. സേഫ്റ്റി ഷവറും ഒരു സേഫ്റ്റി എക്യുപ്മെന്റ് ആണ്. പിപ്പറ്റ് ആണോ? അല്ല. അപ്പോൾ പിപ്പറ്റ് ആണ് ആൻസർ. ഇതിൽ ഏതാണ് സേഫ്റ്റി എക്യുപ്മെന്റ് അല്ലാത്തതെന്നല്ല ചോദിച്ചേക്കുന്നത്. അപ്പോൾ പിപ്പറ്റ് ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി. വാട്ട് ഈസ് ദ ഐഡിയൽ എയർ കണ്ടീഷണർ ടെമ്പറേച്ചർ ഫോർ എ സാമ്പിൾ സ്റ്റോറേജ് റൂം? ഏതാണ് ഐഡിയൽ ആയിട്ടുള്ള എയർ കണ്ടീഷണർ ടെമ്പറേച്ചർ? 20 ± 2 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. ഓപ്ഷൻ ബി. അടുത്ത, വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഇൻ സാമ്പിൾ ബുക്കിംഗ്? ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ സാമ്പിൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? LIMS അല്ലേ, ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. വിച്ച് റൂം റിക്വയർസ് സെഗ്രിഗേഷൻ ഓഫ് സാമ്പിൾ റെസിപ്പിയന്റ് ആൻഡ് പ്രോസസ്സിംഗ് ഫംഗ്ഷൻ? ഏത് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിളിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓഫീസ് റൂമിൽ വെച്ചിട്ടാണോ? അല്ല. ഇൻസ്ട്രുമെന്റേഷൻ ലാബ്? അല്ല. വെറ്റ് കെമിസ്ട്രി ലാബ്? അല്ല. പ്രൈമറി സാമ്പിൾ പ്രോസസ്സിംഗ് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾസിനെ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസസ് ഈസ് ക്രിട്ടിക്കൽ ഇൻ ദ ലാബ് ബിൽഡിംഗ് ഡിസൈൻ? ഒരു ലാബ് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിലേതൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യം എന്നുള്ളത്? കഫറ്റേരിയ ആണോ? അല്ല. എലവേറ്റർ ആണോ? അല്ല. ഫ്യൂം എക്സ്ട്രാക്ഷൻ ആണ് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് അല്ലേ. കാരണം ലബോറട്ടറിയിൽ നിറയെ ഫ്യൂംസും പോയ്സണസ് ആയിട്ടുള്ള ഫ്യൂംസും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂം എക്സ്ട്രാക്ഷനാണ് മെയിനായിട്ട് വേണ്ടുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത, മൈക്രോവേവ് ഡൈജഷൻ ഈസ് യൂസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ വിച്ച് അനാലിസിസ് മെത്തേഡ്? ഏത് അനാലിസിസിന്റെ സമയത്താണ് നമുക്ക് മൈക്രോവേവ് ഡൈജഷൻ വേണ്ടുന്നത്? AAS
അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പിക്ക് മുന്നേ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, മൈക്രോവേവ് ഡൈജഷന് വിധേയമാക്കിയതിന് ശേഷമാണ് AS കണ്ടക്ട് ചെയ്യാനായിട്ട് വിടുന്നത് കേട്ടോ. ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ഫുഡ് ടെസ്റ്റിംഗ് ലാബ്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ അകത്ത് വരാത്ത കാര്യം എന്താണ്? സാമ്പിൾ ട്രാൻസ്പോർട്ട് സർവീസ് അല്ലേ, അത് ഒരിക്കലും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ അകത്ത് വരുന്നതല്ല. ബാക്കി എന്തൊക്കെയാണ് വരുന്നത്? സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് സ്റ്റാഫ്സ് വേണം, അനലിസ്റ്റ് വേണം, ടെക്നീഷ്യൻസ് വേണം, അതുപോലെ തന്നെ അസൈൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇതിലേതാണ് സാമ്പിൾ ട്രാൻസ്പോർട്ട് സർവീസ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത മീഡിയ പ്രിപ്പറേഷൻ ഏരിയാസ് ആർ റിക്വയർഡ് ഇൻ വിച്ച് ലാബ് ടൈപ്പ്? ഏത് ലാബിലാണ് നമുക്ക് മീഡിയ പ്രിപ്പറേഷൻ വേണ്ടത്? മൈക്രോബയോളജി ലാബിലാണ് വേണ്ടുന്നത് അല്ലേ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലാബ് കമ്പോണന്റ് ഹെൽപ്പ് അവോയ്ഡ് അൺഡിസൈറബിൾ ക്രോസ് കണ്ടാമിനേഷൻ? ക്രോസ് കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഷെയർഡ് സ്റ്റോറേജ് ആണോ? അല്ല. സെൻട്രലൈസ്ഡ് കെമിക്കൽ മിക്സിംഗ് അല്ല. ഫിസിക്കൽ സെപ്പറേഷൻ ഓഫ് ലാബ് ഏരിയാസ് അല്ലേ. ലാബ് ഏരിയാസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ക്രോസ് കണ്ടാമിനേഷൻ തടയാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസറേ. അടുത്ത എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സേഫ്റ്റി പ്രാക്ടീസ്? ഇതിലേതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി പ്രാക്ടീസ് എന്നുള്ളത് അല്ലേ? യൂസിങ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, പ്ലേസിംഗ് ഫുഡ് ഐറ്റംസ് നിയർ മൈക്രോബയോളജി ലാബ്, വിയറിംഗ് ഇയർ പ്രൊട്ടക്ഷൻ, യൂസിങ് ഫ്യൂം എക്സ്ട്രാക്ഷൻസ്. ഇപ്പൊ ഇതിലേതാണ് സേഫ്റ്റി അല്ലാത്ത ഒരു പ്രാക്ടീസ്? നമ്മുടെ ഫുഡ് ഐറ്റംസ് മൈക്രോബയോളജി ലാബിൽ പ്ലേസ് ചെയ്യുന്നതാണ് സേഫ് അല്ലാത്ത പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫെസിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ കെമിക്കൽ സേഫ്റ്റി ഇൻ ലാബ്? ഒരു ലാബിലുള്ള കെമിക്കൽ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഏത് ഫെസിലിറ്റിയാണ് വേണ്ടതെന്നുള്ളതാണ്. ഗ്യാസ് ക്രോമാറ്റോഗ്രഫി ഏരിയ ആണോ? അല്ല, അതൊരു അനലിറ്റിക്കൽ ഏരിയ ആണ് അല്ലേ. പിന്നെ അടുത്ത എന്താ? കൺട്രോൾ ടെമ്പറേച്ചർ ഓഫ് റൂം. അത് വെച്ചിട്ട് നമുക്ക് സേഫ്റ്റി അല്ല കെമിക്കൽ സേഫ്റ്റി കിട്ടുമോ? ഇല്ല. ഐവാഷ് സ്റ്റേഷൻസ് അല്ലേ, ഐവാഷ് സ്റ്റേഷൻസ് വെച്ചിട്ട് നമുക്ക് കെമിക്കൽ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ഫോർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ വേണ്ടതെന്നുള്ളത്? ടു ഇംപ്രൂവ് എയർ ക്വാളിറ്റി ആണോ? അല്ല. ടു എൻഹാൻസ് ഫുഡ് സാമ്പിൾ ടേസ്റ്റ് ആണോ? അല്ലല്ലേ. ടു മെയിൻറ്റെയിൻ കെമിക്കൽ പ്യൂരിറ്റി ആണല്ലേ. കെമിക്കൽ പ്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്, സ്റ്റോറേജ് ഏരിയ കൊടുക്കണമെന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റിക്വയർമെന്റ് ഇൻ സാമ്പിൾ സ്റ്റോറേജ് ഫെസിലിറ്റി? സാമ്പിൾ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ വേണ്ടാത്ത കാര്യം എന്താണെന്നുള്ളത്? CCTV സർവൈലൻസ് വേണം അല്ലേ. സെഗ്രിഗേറ്റഡ് വേസ്റ്റ് കണ്ടെയ്നേഴ്സ് വേണം. കോഫി വെൻഡിങ് മെഷീൻസ് അവിടെ ആവശ്യമുണ്ടോ? സാമ്പിൾ സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ വേണ്ട അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. സി ആണ്, ഓപ്ഷൻ സി, കോഫി വെൻഡിങ് മെഷീൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ സാമ്പിൾ recipient and registration area. This area is usually located in the middle of the laboratory ആണോ? അല്ലല്ലേ, അത് എൻട്രൻസിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. സാമ്പിൾസ് ആർ ഓപ്പൺ അണ്ടർ CCTV സർവൈലൻസ്, അത് കറക്റ്റ് ആണ്. ദ സാമ്പിൾ ഈസ് ഗിവൺ എ യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലേ, നമ്പർ കൊടുക്കണം. ഓൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി കണ്ടക്റ്റഡ് ത്രൂ എ ലാർജ് വിൻഡോ, അതും കറക്റ്റ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്? 2, 3, 4 ആണ് അല്ലേ. അപ്പൊ 2, 3 and 4 ഉള്ളു. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് ലബോറട്ടറി ഡിസൈൻ റിക്വയർമെന്റ്സ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ട്രൂ അല്ലാത്തത്? ദ ലാബ് ഷുഡ് ബി ലൊക്കേറ്റഡ് വിത്തൗട്ട് ആക്സസ് ടു പോർട്ടബിൾ വാട്ടർ ഓർ പവർ സപ്ലൈ. അത് ട്രൂ അല്ലല്ലേ. എപ്പോഴും പവർ സപ്ലൈയും വാട്ടറും ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഡിക്വേറ്റ് ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻസ് ആർ എസെൻഷ്യൽ ഇൻ എ ഫുഡ് ടെസ്റ്റിംഗ് ലാബ്, അത് കറക്റ്റ് ആണ്. Confidentiality is maintained by allowing open public access to all lab areas. അല്ലല്ലേ, അത് കറക്റ്റ് അല്ല. ഫ്യൂം എക്സ്ട്രാക്ഷൻ സിസ്റ്റംസ് ആർ റെക്കമെൻഡഡ് ഇൻ ഏരിയ ഡീലിംഗ് വിത്ത് കെമിക്കൽസ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ട്രൂ അല്ലാത്തത്? 1ഉം 3ഉം ആണല്ലേ. കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതോറിറ്റീസിനെ മാത്രം കടത്തി വിട്ടുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലാതെ പബ്ലിക്കിന് തുറന്നു കൊടുത്തോണ്ടാണോ? അല്ലല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് ആൻസർ? ഏതൊക്കെയാണ് വരുന്നത്? 1ഉം 3ഉം ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ 1 and 3. അടുത്ത, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് സാമ്പിൾ സ്റ്റോറേജ് റൂം. സാമ്പിൾ സ്റ്റോറേജ് റൂമിൽ ഏതൊക്കെയാണ് ട്രൂ എന്നുള്ളത്?
ദ ടെമ്പറേച്ചർ ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അറ്റ് 30 ± 2 ഡിഗ്രി സെൽഷ്യസ് അല്ലല്ലേ. ഓൺലി ഓതറൈസ്ഡ് പേഴ്സണൽസ് ആർ അലൗഡ് ആണ്. റൂം ഷുഡ് ബി അണ്ടർ CCTV സർവൈലൻസ്. റെഫ്രിജറേറ്റേഴ്സ് ആൻഡ് ഫ്രീസേഴ്സ് ആർ റിക്വയർഡ് ഫോർ സ്റ്റോറിങ് വേരിയസ് ടൈപ്പ് ഓഫ് സാമ്പിൾ. അതും കറക്റ്റ് ആണ്. അപ്പം നോട്ട് ദാറ്റ് ആർ ട്രൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഏതൊക്കെയാണ്? 2, 3, 4 ആണല്ലേ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് പ്രൈമറി സാമ്പിൾ പ്രോസസ്സിംഗ് ആൻഡ് സബ് സാമ്പിളിംഗ് അല്ലേ. ഇതിൻ്റെ അകത്ത് ഏതാണ് നോട്ട് ട്രൂ എന്നുള്ളത്? ഗ്രൈൻഡിങ് ആൻഡ് സബ് സാമ്പിളിംഗ് ക്യാൻ ബി ഡൺ ഇൻ ദി റിസപ്ഷൻ ഏരിയ അല്ലല്ലേ. Wearing dust masks and ear protection is a safety requirement. Grinding mills and blenders are commonly used equipments. Ventilation is unnecessary since grinding does not produce dust or noise. കറക്റ്റ് അല്ല അല്ലേ. അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 4ഉം ആണ് കറക്റ്റ് അല്ലാത്തത്. ഓപ്ഷൻ എ 1 and 4 ഉള്ളി അല്ലേ. അടുത്ത അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അസേഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി മസ്റ്റ് ഒബ്റ്റെയിൻ NABL അക്രഡിറ്റേഷൻ വിത്തിൻ 6 months ഓഫ് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ. അതിപ്പോൾ കറക്റ്റ് ആണ്. 6 മാസത്തിനകത്ത് തന്നെ NABL അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കണം. റീസൺ എന്താണ് കൊടുത്തിരിക്കുന്നത്? NABL അക്രഡിറ്റേഷൻ എൻഷ്യൂർസ് ദാറ്റ് ദ ലബോറട്ടറി കൺഫോംസ് ടു ISO 14001 2005 സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ് അസേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിക്ക് NABL അക്രഡിറ്റേഷൻ 6 മാസത്തിനകം കിട്ടിയിരിക്കണം. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് NABL അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ അല്ലെങ്കിൽ എൻഷുർ ചെയ്യുന്ന എന്താണ്? ISO 14001 2005 സ്റ്റാൻഡേർഡുമായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് NABL അല്ലെങ്കിൽ NABL അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ISO 14001 2015 അണ്ടറിൽ വരുന്നതാണെന്ന്. അത് കറക്റ്റ് ആണോ? അത് കറക്റ്റ് അല്ല അല്ലേ. അപ്പോൾ അസേഷൻ ഇവിടെ കറക്റ്റ് ആണ്. റീസൺ ആണെങ്കിൽ ഫോൾസ് ആണ്. ഏത് ISOയുടെ ഇതിലാണ് വരുന്നത്? 17025 2017 അല്ലേ. ISO or IES അല്ലേ. ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലേ. അപ്പം A is true but R is false എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അടുത്ത അസേഷൻ എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഇൻ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഷുഡ് ബി ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം അതർ പ്രോസസ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അസേഷൻ ആണ് അല്ലേ. ഇനി അതിന്റെ റീസൺ എന്താണ് പറയുന്നത്? ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ജനറേറ്റ് ഡസ്റ്റ് ആൻഡ് നോയിസ് വിച്ച് മേ ലെഡ് ടു കണ്ടാമിനേഷൻ ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ്. അപ്പോൾ അതിന്റെ അസേഷനും റീസണും കറക്റ്റ് ആണ്. അപ്പോൾ ബോത്ത് A and R are true and R is the correct explanation of A ആണ് അല്ലേ. അടുത്ത അസേഷൻ എന്താണ്? വെറ്റ് കെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി ലബോറട്ടറി ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ ദ സെയിം സോൺ ഫോർ കൺവീനിയൻസ് ആണോ? അല്ല. റീസൺ ദിസ് സെറ്റപ്പ് മിനിമൈസ് ക്രോസ് കണ്ടാമിനേഷൻ ആൻഡ് അലൗസ് ബെറ്റർ സാമ്പിൾ മാനേജ്മെന്റ്. അപ്പം അവിടെ എന്താണ്? ബോത്ത് A and R are false അല്ലേ. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അവിടെ അസേഷനും റീസണും കറക്റ്റ് അല്ല അല്ലേ. ഫോൾസ് ആണ്. അടുത്ത അസേഷൻ എന്ന് പറയുന്നത് എ ഡാർക്ക് റൂം ഈസ് ഓഫൺ ഇൻക്ലൂഡഡ് ഇൻ എ ലബോറട്ടറി സെറ്റപ്പ് ഫോർ അഫ്ലാടോക്സിൻ അനാലിസിസ്. അത് കറക്റ്റ് ആണ് അല്ലേ. ഡാർക്ക് റൂമാണ് അഫ്ലാടോക്സിന് വേണ്ടത്. റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? അഫ്ലാടോക്സിൻ അനാലിസിസ് റിക്വയർസ് ഫ്ലൂറസെന്റ് ടെക്നോളജീസ് വിച്ച് ആർ സെൻസിറ്റീവ് ടു ലൈറ്റ് എക്സ്പ്ലോഷർ. അപ്പോൾ ബോത്ത് അത് കറക്റ്റ് ആണ്. അപ്പോൾ ബോത്ത് A and R are true and R is the correct explanation for A. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ മൈക്രോബയോളജി ലാബ് ഷുഡ് ഹാവ് ആൻ യൂണിഡയറക്ഷണൽ ഫ്ലോ ആൻഡ് റെസ്ട്രിക്റ്റഡ് എയർ ഹാൻഡ്ലിംഗ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അസേഷൻ ആണ്. അതിന്റെ റീസൺ എന്താണ്? ദിസ് പ്രിവെന്റ് കണ്ടാമിനേഷൻ ആൻഡ് മെയിൻറ്റെയിൻ ദ ഇന്റഗ്രിറ്റി ഓഫ് മൈക്രോബിയൽ കൾച്ചർ. അപ്പോൾ ബോത്ത് A and R are true and R is the correct explanation of A ആണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ലബോറട്ടറി സെറ്റ് ചെയ്യാനുള്ള പാർട്ട് 1 ആണ് ഞാനിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന് പാർട്ട് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്